പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ യുദ്ധം ആരംഭിച്ചു വെറും 40 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്കൻ ഭരണകൂടത്തെയും പെന്റഗണെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്നതാണ്. സൂപ്പർ പവർ എന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ മണ്ണിൽ വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. കേവലം 40 ദിവസം നീണ്ട പോരാട്ടത്തിൽ അമേരിക്കയ്ക്ക് കുറഞ്ഞത് 42 യുദ്ധവിമാനങ്ങളെങ്കിലും നഷ്ടപ്പെട്ടതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതും സാക്ഷാൽ US കോൺഗ്രസിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട ഔദ്യോഗിക റിപ്പോർട്ടിൽ. ഈ യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു, എന്തുകൊണ്ടാണ് പെന്റഗൺ യഥാർത്ഥ വിവരങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്, നമുക്ക് വിശദമായി പരിശോധിക്കാം. അമേരിക്കൻ കോൺഗ്രസിനായി തയ്യാറാക്കിയ അതീവ രഹസ്യ സ്വഭാവമുള്ള റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. പെന്റഗൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ്, അന്താരാഷ്ട്ര പ്രതിരോധ മാധ്യമങ്ങൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം വെറുമൊരു യുദ്ധവിമാന നഷ്ടം മാത്രമല്ല ഇത്. തകർന്നവയിൽ അത്യാധുനിക ഫൈറ്റർ ജെറ്റുകൾ, നിരീക്ഷണ വിമാനങ്ങൾ, ആകാശത്തു വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ഭീമൻ റീഫ്യൂലിംഗ് വിമാനങ്ങൾ, തകർന്നു വീഴുന്ന പൈലറ്റുമാരെ രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കോംബാറ്റ് റെസ്ക്യൂ ഹെലികോപ്റ്ററുകൾ, കൂടാതെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിരീക്ഷണ ആക്രമണ ഡ്രോണുകൾ എന്നിവയും ഉൾപ്പെടുന്നു. US ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗമായ എഡ് കേസ് അടുത്തിടെ സമാനമായ ചില കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയ്ക്ക് ഇതിനോടകം തന്നെ 39-ലധികം വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ പുതിയ ഔദ്യോഗിക കണക്കുകൾ അത് 42-ലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ സാമ്പത്തിക വശത്തിലേക്ക് വരാം. ഈ തകർന്നു വീണ വിമാനങ്ങളുടെ മാത്രം മൂല്യം ഏകദേശം $260 കോടി. എന്നാൽ ഇത് വെറും പ്രാഥമിക കണക്ക് മാത്രമാണ്. യഥാർത്ഥ നഷ്ടം ഇതിലും എത്രയോ മുകളിലായിരിക്കും എന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം തകർന്ന വിമാനങ്ങൾ പകരമായി പുതിയവ നിർമ്മിക്കുക എന്നത് അമേരിക്കയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉൽപാദനം കുറച്ചിരുന്ന പല പ്രതിരോധ നിർമ്മാണ യൂണിറ്റുകളും ഫാക്ടറികളും അമേരിക്കയ്ക്ക് ഇനി അടിയന്തിരമായി പുനരാരംഭിക്കേണ്ടി വരും. അതിനായി വൻ തുക വീണ്ടും നിക്ഷേപിക്കണം. വിമാനം തകർന്നതുമൂലമുള്ള നഷ്ടവും പുതിയവ നിർമ്മിക്കുന്നതിനുള്ള ചിലവും അനുബന്ധ സാങ്കേതിക ചിലവുകളും കൂടി കൂട്ടിക്കിഴിക്കുമ്പോൾ ഈ യുദ്ധബാധ്യത കുറഞ്ഞത് $700 കോടി വരുമെന്നാണ് അമേരിക്കൻ കോൺഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രശസ്ത പ്രതിരോധ വാർത്താ മാധ്യമമായ ദി വാർ സോൺ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ 40 ദിവസത്തിനിടയിൽ അമേരിക്കൻ വ്യോമസേന 13,000-ഓളം വിമാന സർവീസുകളാണ് ഇറാന് നേരെ നടത്തിയത്. ഇത്രയും വലിയ തോതിൽ വ്യോമാക്രമണം നടത്തിയിട്ടും ഇറാനെ പൂർണ്ണമായി പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ഒന്നിച്ചാക്രമണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ തങ്ങളുടെ ശക്തമായ മിസൈൽ, ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾ പുറത്തെടുത്തു. പശ്ചിമേഷ്യയിലുടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളുമാണ് വർഷിച്ചത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച US വിമാനങ്ങളെ ഇറാൻ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ച് തകർക്കുകയായിരുന്നു. ഈ യുദ്ധം കേവലം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒന്നായി ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കം ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതാണ്. ലോകത്തിലെ മൊബൈൽ എണ്ണ വിതരണത്തിൽ ഭൂരിഭാഗവും കടന്നുപോകുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയരുകയാണ്. വികസ്വര രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. അതേസമയം യുദ്ധത്തിലുണ്ടായ യഥാർത്ഥ നാശനഷ്ടങ്ങൾ എത്രയെന്ന് പൂർണ്ണമായി പുറത്തുവിടാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല എന്ന് ചില അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ തന്നെ ആരോപിക്കുന്നുണ്ട്. സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകർക്കാതിരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ നാണക്കേട് ഒഴിവാക്കാനുമാണ് പെന്റഗൺ ഈ വിവരങ്ങൾ മൂടിവെക്കുന്നത്. വിയറ്റ്നാമിനും അഫ്ഗാനിസ്ഥാനും ശേഷം അമേരിക്ക മറ്റൊരു വലിയ യുദ്ധക്കണിയിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് എന്ന് വ്യക്തവുമാണ്. അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടായിട്ടും ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ വ്യോമസേനയ്ക്ക് വലിയ വില നൽകേണ്ടി വന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം എങ്ങോട്ട് തിരിയും? അമേരിക്ക കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകുമോ, അതോ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായി കാണാം. Way2Nikah.com, the exclusive Muslim matrimonial site.